9/5/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ് പറയുന്നു, മധുരമായ കുട്ടികളെ, കടുത്തതിലും കടുത്ത രോഗമാണ് ആരുടെയെങ്കിലും നാമരൂപത്തിൽ കുടുങ്ങുന്നത്. അന്തർമുഖിയായി ഈ രോഗത്തെ പരിശോധിക്കൂ, ഇതിൽ നിന്നും മുക്തമാകൂ. ചോദ്യം: നാമരൂപങ്ങളുടെ രോഗം സമാപ്തമാക്കുന്നതിനുള്ള യുക്തി എന്താണ്? ഇതിലൂടെ ഏതെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്? ഉത്തരം: നാമരൂപങ്ങളുടെ രോഗങ്ങളെ സമാപ്തമാക്കുന്നതിനായി ഒരു ബാബയോട് സത്യസത്യമായ സ്നേഹം വയ്ക്കൂ. ഓർമ്മയുടെ സമയത്ത് ബുദ്ധി അലയുന്നുവെങ്കിൽ, ദേഹധാരിയിലേക്ക് പോകുന്നുവെങ്കിൽ ബാബയോട് സത്യസത്യമായി കേൾപ്പിക്കൂ. സത്യം പറയുന്നതിലൂടെ ബാബ ക്ഷമിക്കും. സർജനിൽ നിന്നും രോഗം ഒളിപ്പിക്കുവാൻ പാടില്ല. ബാബയെ കേൾപ്പിക്കുന്നതിലൂടെ ജാഗരൂകമാകും. ബുദ്ധി ആരുടെയെങ്കിലും നാമരൂപത്തിൽ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ ബാബയുമായി ബുദ്ധി യോജിക്കുക സാധ്യമല്ല. അവർ സർവീസിന് പകരം ഡിസ്സർവീസ് ചെയ്യുന്നു, ബാബയുടെ നിന്ദ ചെയ്യിക്കുന്നു. ഇങ്ങനെയുള്ള നിന്ദകർ വളരെ കടുത്ത ശിക്ഷയുടെ പങ്കുകാരാകുന്നു. ഓം ശാന്തി. ഇപ്പോൾ കുട്ടികൾ അറിയുന്നുണ്ട്, ഓരോരുത്തർക്കും ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കേണ്ടതുണ്ട്. സഹോദരനിൽ നിന്നും ഒരിക്കലും സമ്പത്ത് ലഭിക്കുകയില്ല. പിന്നെ സഹോദരനായാലും സഹോദരിയായാലും അവർക്ക് ഓരോരുത്തരുടെയും അവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിയില്ല. എല്ലാ സമാചാരവും ബാബ്ദാദയുടെ അടുക്കൽ വരുന്നു. ഇത് പ്രാക്ടിക്കലിൽ ഉള്ളതാണ്. ഓരോരുത്തരും സ്വയം നോക്കണം, ഞാൻ എത്രത്തോളം ഓർമ്മിക്കുന്നുണ്ട്, ആരുടെയെങ്കിലും നാമരൂപത്തിൽ എത്രത്തോളം കുടുങ്ങിയിരിക്കുന്നു, എൻ്റെ ആത്മാവിൻ്റെ വൃത്തി എവിടെയെല്ലാം പോകുന്നു. ആത്മാവ് സ്വയം അറിയുന്നു. സ്വയം ആത്മാവായി തന്നെ മനസ്സിലാക്കേണ്ടി വരും. നമ്മുടെ വൃത്തി ഒരു ശിവബാബയുടെ നേർക്ക് പോകുന്നുവോ അതോ മറ്റാരുടെയെങ്കിലും നാമരൂപങ്ങളുടെ നേർക്ക് പോകുന്നുണ്ടോ? എത്ര സാധിക്കുമോ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഒരു ബാബയെ ഓർമ്മിക്കണം. മറ്റെല്ലാം മറക്കണം. തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമ്മുടെ മനസ്സ് ബാബയിലേക്കല്ലാതെ മറ്റെവിടെയെങ്കിലും അലയുന്നില്ലല്ലോ. എവിടെയെങ്കിലും ജോലി കാര്യങ്ങളിലോ വീട്ടിലും കുടുംബത്തിലുമോ മിത്രസംബന്ധികളുടെയും മറ്റും നേർക്കോ ബുദ്ധി പോകുന്നില്ലല്ലോ. അന്തർമുഖിയായി പരിശോധിക്കണം. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തൻ്റെ പരിശോധന നടത്തണം. ഇവിടെ ആരെങ്കിലും മുന്നിൽ യോഗത്തിലിരിക്കുന്നു, അവരും ശിവബാബയെ തന്നെയായിരിക്കും ഓർമ്മിക്കുന്നത്. തൻ്റെ കുട്ടികളെ ആയിരിക്കില്ല ഓർമ്മിക്കുന്നുണ്ടാവുക. ഓർമ്മിക്കേണ്ടത് ശിവബാബയെ തന്നെയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ശിവബാബയുടെ ഓർമ്മയിലായിരിക്കണം. പിന്നെ ആരെങ്കിലും കണ്ണുകൾ തുറന്നിരുന്നാലും കണ്ണുകൾ അടച്ചിരുന്നാലും ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. തൻ്റെ മനസ്സിനോട് ചോദിക്കേണ്ടതുണ്ട്, ബാബ എന്താണ് മനസ്സിലാക്കിക്കുന്നത്? നമുക്ക് ഓർമ്മിക്കേണ്ടത് ഒന്നിനെയാണ്. ഇവിടെ ഇരിക്കുന്നവർ ആരായിരിക്കുമോ അവർ ഒരു ശിവബാബയുടെ തന്നെ ഓർമ്മയിലായിരിക്കും. നിങ്ങളെ നോക്കുകയില്ല, കാരണം അവർക്ക് ആരുടെയും അവസ്ഥയെക്കുറിച്ച് അറിയുകയില്ല. ഓരോരുത്തരുടെയും സമാചാരം ബാബയുടെ അടുക്കൽ വരുന്നു. ആ ഒന്ന് അറിയുന്നുണ്ട്, ആരെല്ലാമാണ് നല്ല കുട്ടികൾ, ആരുടെ ലൈൻ ക്ലിയറാണ്. അവരുടെ ബുദ്ധിയോഗം മറ്റെവിടെയും പോകുന്നില്ല. ഇങ്ങനെയും സംഭവിക്കുന്നു, അതായത് ചിലരുടെ ബുദ്ധിയോഗം പോകുന്നു, പിന്നെ മുരളി കേൾക്കുമ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു, ഫീൽ ചെയ്യുന്നു. ഇത് നമ്മുടെ തെറ്റാണ്. നമ്മുടെ ദൃഷ്ടിയും വൃത്തിയും തീർച്ചയായും റോങ് ആയിരുന്നു. ഇപ്പോൾ അതിനെ റൈറ്റ് ആക്കേണ്ടതുണ്ട്. റോങ് വൃത്തിയെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇത് ബാബയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. സഹോദരനെ മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് നോക്കുന്നത്. ഇന്നയാളുടെ വൃത്തിയും ദൃഷ്ടിയും എങ്ങനെയാണ്. ബാബയോട് തന്നെയാണ് എല്ലാവരും
മനസ്സിലെ അവസ്ഥ കേൾപ്പിക്കുന്നത്. ശിവബാബയോട് പറയുന്നു. അപ്പോൾ ദാദ മനസ്സിലാക്കുന്നു. ഓരോരുത്തരും കേൾപ്പിക്കുന്നതിലൂടെയും കാണുന്നതിലൂടെയും മനസ്സിലാക്കുന്നു. കേൾക്കാത്തത് വരെയും ഇവർ എന്തു ചെയ്യുന്നു എന്ന് ആ ഒന്നിന് എന്തറിയാം? ആക്ടിവിറ്റിയിലൂടെയും സർവീസിലൂടെയും മനസ്സിലാക്കുന്നു. ഇന്നയാളിൽ വളരെയധികം ദേഹാഭിമാനമുണ്ട്, ഇന്നയാളിൽ കുറവാണ്, ഇന്നയാളുടെ ആക്ടിവിറ്റി ശരിയല്ല, ആരുടെയെങ്കിലും നാമരൂപത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ബാബ ചോദിക്കുകയാണ്, ആരുടെയെങ്കിലും നേർക്ക് ബുദ്ധി പോകുന്നുണ്ടോ? ചിലർ സ്പഷ്ടമായി പറയുന്നു. ചിലരൊക്കെ നാമരൂപത്തിൽ ഈ വിധം കുടുങ്ങിയിരിക്കുന്നു, പറയുന്നതേയില്ല, തൻ്റെ തന്നെ നഷ്ടമുണ്ടാക്കുന്നു. ബാബയോട് പറയുന്നതിലൂടെ അവരോട് ക്ഷമിക്കുന്നു, പിന്നെ ഭാവിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ പേരുണ്ട്, അവർ തൻ്റെ വൃത്തിയെക്കുറിച്ച് സത്യം പറയുന്നില്ല, ലജ്ജ തോന്നുന്നു. ഏതുപോലെ ചിലർ തലകീഴായ പ്രവൃത്തി ചെയ്യുന്നു, സർജനോട് പറയുന്നില്ല. പക്ഷേ ഒളിപ്പിക്കുന്നതിലൂടെ രോഗം കൂടുതൽ വർദ്ധിക്കും. ഇവിടെയും ഇങ്ങനെയാണ്. ബാബയോട് പറയുന്നതിലൂടെ ഭാരരഹിതമാകുന്നു. ഇല്ലെങ്കിൽ പിന്നെ അത് ഉള്ളിലിരിക്കുന്നതിലൂടെ ഭാരിച്ചതായിരിക്കും. ബാബയെ കേൾപ്പിക്കുന്നതിലൂടെ രണ്ടാമത് വീണ്ടും ഇങ്ങനെ ചെയ്യില്ല. ഭാവിയിൽ തൻ്റെ മേൽ ജാഗ്രത ഉള്ളവരായിരിക്കുകയും ചെയ്യും. പിന്നെ പറയാതിരുന്നാൽ അത് അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ബാബ അറിയുന്നുണ്ട്, ഇവർ വളരെ സർവീസബിളാണ്. എങ്ങനെയുള്ള ക്വാളിഫിക്കേഷനാണുള്ളത്, സർവീസിലും എങ്ങനെയാണ് നിലകൊള്ളുന്നത്. ആരിലെങ്കിലും തൂങ്ങിക്കിടക്കുന്നില്ലല്ലോ. ഓരോരുത്തരുടെയും ജാതകം നോക്കുന്നു. പിന്നെ ഇത്രയും അവരോട് സ്നേഹം വയ്ക്കുന്നു, ആകർഷിക്കുന്നു. ചിലരാണെങ്കിൽ വളരെ നല്ല സർവീസ് ചെയ്യുന്നു. ഒരിക്കലും എവിടെയും അവരുടെ ബുദ്ധിയോഗം പോകുന്നില്ല. മുൻപ് പോകുമായിരുന്നു, ഇപ്പോൾ ജാഗ്രതയുള്ളവരാണ്. ഇങ്ങനെ പറയുന്നു ബാബ, ഇപ്പോൾ ഞാൻ ശ്രദ്ധാലുവാണ്. മുൻപ് വളരെയധികം തെറ്റുകൾ ചെയ്തിരുന്നു. ദേഹബോധത്തിൽ വരുന്നതിലൂടെ തെറ്റുകൾ തന്നെയാണ് ഉണ്ടാകുന്നത് എന്നത് മനസ്സിലാക്കുന്നു. പിന്നെ പദവി ഭ്രഷ്ടമായി പോകും. ആർക്കും അറിയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും പദവി ഭ്രഷ്ടമായി പോവുക തന്നെ ചെയ്യും. ഇതിൽ ഹൃദയത്തിൻ്റെ സ്വച്ഛത വളരെയധികം ആവശ്യമാണ്. അപ്പോഴാണ് ഉയർന്ന പദവി നേടുന്നത്. അവരുടെ ബുദ്ധിയിൽ വളരെയധികം സ്വച്ഛത ഉണ്ടായിരിക്കും. ഏതുപോലെ ഈ ലക്ഷ്മി നാരായണൻ്റെ ആത്മാവിൽ സ്വച്ഛത ഉണ്ടായിരിക്കുന്നല്ലോ. അതിനാലാണ് ഉയർന്ന പദവി നേടിയത്. ചിലരെക്കുറിച്ച് മനസ്സിലാക്കിക്കുന്നു, ഇവരുടെ വൃത്തി നാമരൂപത്തിൻ്റെ ഭാഗത്താണ്. ദേഹി അഭിമാനിയായി ഇരിക്കുന്നില്ല. ഈ കാരണത്താൽ പദവിയും കുറഞ്ഞു പോയിരിക്കും. രാജാവ് മുതൽ ദരിദ്രൻ വരെയും നമ്പർ വൈസ് പദവിയുണ്ടല്ലോ. ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്പർ വൈസ് തീർച്ചയായും ആവുക തന്നെ ചെയ്യുന്നു. കലകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആരാണോ 16 കലാ സമ്പൂർണം, അവർ പിന്നെ 14 കലയിലേക്ക് വരുന്നു. ഇങ്ങനെ അല്പാൽപ്പം കുറഞ്ഞു കുറഞ്ഞ് കലകൾ തീർച്ചയായും ഇറങ്ങുന്നു. 14 കല ആയിരുന്നാലും നല്ലത് തന്നെയാണ്. പിന്നെ വാമമാർഗത്തിൽ ഇറങ്ങുന്നു. അപ്പോൾ വികാരിയായി മാറുന്നു. ആയുസ്സും കുറയുന്നു. പിന്നെ രജോയും തമോ ഗുണിയുമായി മാറുന്നു. കുറഞ്ഞു കുറഞ്ഞ് പഴയതാകുന്നു. ആത്മാവ് ശരീരത്തിലൂടെ പഴയതായിക്കൊണ്ടിരിക്കുന്നു. ഈ മുഴുവൻ ജ്ഞാനവും ഇപ്പോൾ കുട്ടികളായ നിങ്ങളിലുണ്ട്. എങ്ങനെയാണ് 16 കലയിൽ നിന്നും താഴെ ഇറങ്ങി ഇറങ്ങി പിന്നെ മനുഷ്യനായി മാറുന്നത്? ദേവതമാരുടെ മതം എന്നൊന്നില്ല. ബാബയുടെ മതം ലഭിച്ചു. പിന്നെ 21 ജന്മം മതം ലഭിക്കുന്നതിൻ്റെ ആവശ്യമേ ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങളുടെ ഈ ഈശ്വരീയ മതം 21 ജന്മം തുടരുന്നു. പിന്നെ എപ്പോഴാണോ രാവണൻ്റെ രാജ്യം ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് രാവണൻ്റെ മതം ലഭിക്കുന്നു. ദേവതമാർ വാമമാർഗത്തിൽ പോകുന്നതായി കാണിക്കുകയും ചെയ്യുന്നു. മറ്റു ധർമ്മങ്ങളിലുള്ളവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല.
ദേവതമാർ എപ്പോൾ വാമമാർഗത്തിൽ പോകുന്നോ അപ്പോഴാണ് മറ്റ് ധർമ്മത്തിലുള്ളവർ വരുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് തിരികെ പോകേണ്ടതുണ്ട്. ഇത് പഴയ ലോകമാണ്. ഡ്രാമയിൽ ഇതും എൻ്റെ പാർട്ടാണ്. പഴയ ലോകത്തെ പുതിയതാക്കുക. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ലോകത്തിലെ മനുഷ്യർ ഒന്നും അറിയുന്നില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. എന്നിരുന്നാലും ചിലർ നല്ല താല്പര്യം കാണിക്കുന്നു. ചിലരാണെങ്കിൽ പിന്നെ തൻ്റെ തന്നെ മതം നൽകുന്നു. ഈ ലക്ഷ്മി നാരായണൻ എപ്പോഴാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ പവിത്രത, സുഖം, ശാന്തി എല്ലാം ഉണ്ടായിരുന്നു. പവിത്രതയുടേത് തന്നെയാണ് മുഖ്യ കാര്യം. മനുഷ്യർക്ക് ഇതറിയില്ല. സത്യയുഗത്തിൽ ദേവതമാർ പവിത്രമായിരുന്നു. അവർ വിചാരിക്കുന്നു ദേവതമാർക്കും കുട്ടികളുമെല്ലാം ഉണ്ട്. എന്നാൽ അവിടെ യോഗബലത്തിലൂടെ എങ്ങനെ ജന്മമുണ്ടാകുന്നു എന്നത് ആർക്കും അറിയില്ല. മുഴുവൻ ആയുസ്സും പവിത്രമായി കഴിയുകയാണെങ്കിൽ പിന്നെ കുട്ടികളും മറ്റും എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിക്കുന്നു. അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഈ സമയം പവിത്രമാകുന്നതിലൂടെ നമ്മൾ 21 ജന്മം പവിത്രമായി കഴിയുന്നു. അതായത് ശ്രീമത്തിലൂടെ നമ്മൾ വൈസ്ലെസ് വേൾഡ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീമത്ത് ബാബയുടേത് തന്നെയാണ്. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി എന്ന മഹിമയുമുണ്ട്. ഇപ്പോൾ എല്ലാവരും മനുഷ്യരാണ്. അവർ പിന്നെ ദേവതയാകുന്നു. ഇപ്പോൾ ശ്രീമത്തിലൂടെ നമ്മൾ DT ഗവൺമെൻറ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ പ്യൂരിറ്റി വളരെ മുഖ്യമാണ്. ആത്മാവിന് തന്നെയാണ് പ്യോർ ആകേണ്ടത്. ആത്മാവ് തന്നെയാണ് കല്ല് ബുദ്ധിയായത്. പൂർണ്ണമായും ക്ലിയറായി പറഞ്ഞു കൊടുക്കൂ. ബാബ തന്നെയാണ് സത്യയോഗി DT ഗവൺമെൻറ് സ്ഥാപിച്ചിരുന്നത്. അതിനെ പാരഡൈസ് എന്ന് പറയുന്നു. മനുഷ്യനെ ദേവതയാക്കിയത് ബാബ തന്നെയാണ്. മനുഷ്യൻ പതീതമായിരുന്നു. അതിനെ പതീതത്തിൽ നിന്നും പാവനം എങ്ങനെയാക്കി? കുട്ടികളോട് പറഞ്ഞു, എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങൾ പാവനമായി മാറും. ഈ കാര്യം നിങ്ങൾ ആരെയെങ്കിലും കേൾപ്പിക്കുകയാണെങ്കിൽ ഉള്ളിൽ തറയ്ക്കും. ഇപ്പോൾ പതീതത്തിൽ നിന്നും പാവനം എങ്ങനെയാകും? തീർച്ചയായും ബാബയെ ഓർമ്മിക്കേണ്ടി വരും. മറ്റു കൂട്ടുകെട്ടുമായുള്ള ബുദ്ധിയോഗം വേർപെടുത്തി ഒന്നിനോട് കൂട്ടുകെട്ട് യോജിപ്പിക്കണം. അപ്പോൾ തന്നെയാണ് മനുഷ്യനിൽ നിന്നും ദേവതയാകുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ എന്ത് മനസ്സിലാക്കിച്ചോ അത് ഡ്രാമയനുസരിച്ച് തീർത്തും ശരിയായിരുന്നു. ഇത് മനസ്സിലാക്കുന്നുണ്ട്. എന്നിരുന്നാലും ദിനം പ്രതിദിനം പോയിന്റ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്, നമ്മൾ പതീതത്തിൽ നിന്നും എങ്ങനെ പാവനമാകും. ബാബ പറയുന്നു, ദേഹത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. ഈ പുരുഷോത്തമ സംഗമയുഗത്തെയും കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. നമ്മൾ ഇപ്പോൾ ബ്രാഹ്മണരായിരിക്കുന്നു, പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനം. ബാബ നമ്മളെ പഠിപ്പിക്കുന്നു, ബ്രാഹ്മണനാകാതെ നമ്മൾ ദേവത എങ്ങനെയാകും? ഈ ബ്രഹ്മാവും പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് തന്നെ ആദ്യത്തെ നമ്പർ എടുക്കേണ്ടി വരും. ബാബ വന്ന് പ്രവേശിക്കുന്നു. അപ്പോൾ മുഖ്യ കാര്യം തന്നെ ഒന്നാണ്, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ എവിടേക്കോ തൂങ്ങിക്കിടക്കുന്നു. ദേഹി അഭിമാനി എല്ലാവർക്കും ആകുവാൻ സാധിക്കില്ല. തൻ്റെ പൂർണ്ണ പരിശോധന നടത്തൂ. നമ്മൾ എവിടെയെങ്കിലും ദേഹാഭിമാനത്തിൽ വരുന്നില്ലല്ലോ. നമ്മളിൽ നിന്നും ഏതെങ്കിലും വികർമ്മം ഉണ്ടാകുന്നില്ലല്ലോ. നിയമവിരുദ്ധമായ പെരുമാറ്റം ഉണ്ടാകുന്നില്ലല്ലോ. വളരെ പേരിൽ നിന്നും ഉണ്ടാകുന്നു. അവർ അന്തിമത്തിൽ വളരെയധികം ശിക്ഷകളുടെ പങ്കുകാരാകും. ഇപ്പോൾ കർമാതീത അവസ്ഥ ഉണ്ടായിട്ടില്ല. കർമാതീത അവസ്ഥ ഉള്ളവരുടെ എല്ലാ ദുഃഖങ്ങളും അകന്നു പോകുന്നു, ശിക്ഷകളിൽ നിന്നും ഒഴിവാകുന്നു. ഇത് ചിന്തിക്കുന്നു. നമ്പർ വൈസായി രാജാക്കന്മാർ തയ്യാറാകുന്നു. തീർച്ചയായും ചിലരുടേത് കുറഞ്ഞ പുരുഷാർത്ഥമാണ്. അത് കാരണം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. ആത്മാവ് തന്നെയാണ് ഗർഭജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നത്.
ആത്മാവ് എപ്പോഴാണോ ഗർഭത്തിലായിരിക്കുന്നത് അപ്പോൾ പറയുന്നു, എന്നെ പുറത്തിറക്കൂ, പിന്നെ ഞാൻ പാപകർമ്മം ചെയ്യില്ല. ആത്മാവ് തന്നെയാണ് ശിക്ഷ അനുഭവിക്കുന്നത്. ആത്മാവ് തന്നെയാണ് കർമ്മവികർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ ശരീരം കൊണ്ട് ഒരു ഉപയോഗവുമില്ല. മുഖ്യമായ കാര്യമാണ് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. തീർച്ചയായും എല്ലാം ചെയ്യുന്നത് ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ എല്ലാ ആത്മാക്കൾക്കും തിരികെ പോകേണ്ടതുണ്ട്. അപ്പോൾ തന്നെയാണ് ഈ ജ്ഞാനം ലഭിക്കുന്നത്. പിന്നെ ഒരിക്കലും ഈ ജ്ഞാനം ലഭിക്കില്ല. ആത്മാഭിമാനികൾ എല്ലാവരെയും സഹോദരന്മാരായി തന്നെ നോക്കും. ശരീരത്തിൻ്റെ കാര്യമേ ഉണ്ടായിരിക്കില്ല. സോൾ ആയിക്കഴിഞ്ഞു, പിന്നെ ശരീരത്തോട് മോഹം ഉണ്ടായിരിക്കില്ല. അതിനാൽ ബാബ പറയുന്നു, ഇത് വളരെ ഉയർന്ന സ്റ്റേജാണ്. സഹോദരിയിലോ സഹോദരനിലോ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ വളരെയധികം ഡിസ്സർവീസ് ചെയ്യുന്നു. ആത്മാഭിമാനിയും ഭവ. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. പഠനത്തിലും സബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ ഇതിൽ ഫെയിലായി പോകും എന്ന് മനസ്സിലാക്കുന്നു. ഫെയിൽ ആകുന്നത് കാരണം പിന്നെ മറ്റ് സബ്ജക്ട്സിലും അയഞ്ഞു പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് ബുദ്ധിയോഗ ബലത്തിലൂടെ സ്വർണത്തിൻ്റെ പാത്രമായിക്കൊണ്ടിരിക്കുന്നു. യോഗം ഇല്ലെങ്കിൽ നോളജും കുറവാണ്. ആ ശക്തി ഉണ്ടായിരിക്കില്ല. യോഗത്തിൻ്റെ മൂർച്ചയില്ല. ഇത് ഡ്രാമയിൽ അടങ്ങിയതാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികൾക്ക് തൻ്റെ അവസ്ഥ എത്ര വർദ്ധിപ്പിക്കേണ്ടതാണ്. നോക്കണം, ഞാൻ ആത്മാവ് മുഴുവൻ ദിവസത്തിലും ഏതെങ്കിലും നിയമവിരുദ്ധമായ കാര്യം ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും ശീലമുണ്ടെങ്കിൽ ഉടൻ ഉപേക്ഷിക്കേണ്ടതാണ്. പക്ഷേ മായ വീണ്ടും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം തെറ്റ് ചെയ്യിക്കുന്നു. ഇങ്ങനെയുള്ള സൂക്ഷ്മ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഗുപ്തജ്ഞാനമാണ്. മനുഷ്യർ എന്തറിയുവാനാണ്? നിങ്ങൾ പറയുന്നു, നമ്മൾ നമ്മുടെ തന്നെ ചിലവ് കൊണ്ട് നമുക്ക് വേണ്ടി സർവ്വതും ചെയ്യുന്നു. മറ്റുള്ളവരുടെ ചിലവിലൂടെ എങ്ങനെ ഉണ്ടാക്കുവാനാണ്? അതിനാൽ ബാബ എപ്പോഴും പറയുന്നു, യാചിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. സഹജമായി ലഭിച്ചുവെങ്കിൽ അത് പാലിന് തുല്യമാണ്. യാചിച്ച് വാങ്ങിയെങ്കിൽ ജലം പോലെയാണ്. യാചിച്ചുകൊണ്ട് ആരിൽ നിന്നും വാങ്ങുകയാണെങ്കിൽ അവർ നിസ്സഹായ അവസ്ഥയിൽ കാശി കൽവേട്ടിൽ ചാടി നൽകുകയാണ്. അതായത് ത്യാഗം ചെയ്ത് നൽകുകയാണ്. അപ്പോൾ അത് ജലമാകുന്നു. പിടിച്ചു വാങ്ങിയെങ്കിൽ അത് രക്തത്തിന് തുല്യമാണ്. പലരും വളരെയധികം ശല്യം ചെയ്യുന്നു. കടമെടുക്കുന്നു. അപ്പോൾ അത് രക്തത്തിന് സമാനമാകുന്നു. കടം വാങ്ങേണ്ട ഒരാവശ്യവുമില്ല. ദാനം നൽകിയ ശേഷം പിന്നെ തിരിച്ചെടുത്തതിനെക്കുറിച്ച് ഹരിശ്ചന്ദ്രൻ്റെ ഉദാഹരണമുണ്ട്. ഇങ്ങനെ ചെയ്യാതിരിക്കൂ. ഒരു ഭാഗം മാറ്റിവെക്കൂ. അത് നിങ്ങൾക്ക് ഉപയോഗത്തിൽ വരും. കുട്ടികൾക്ക് പുരുഷാർത്ഥം ഇത്രയും ചെയ്യേണ്ടതുണ്ട്. അതായത് അന്തിമത്തിൽ ബാബയുടെ തന്നെ ഓർമ്മയുണ്ടാകണം. സ്വദർശന ചക്രവും ഓർമ്മയുണ്ടാകണം. അപ്പോൾ പ്രാണൻ ശരീരത്തിൽ നിന്നും മാറട്ടെ. അപ്പോൾ തന്നെയാണ് ചക്രവർത്തി രാജാവ് ആകാൻ സാധിക്കുന്നത്. അവസാനം ഓർമ്മിക്കാൻ സാധിക്കുമെന്നും ആ സമയത്ത് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകും എന്നല്ല. അങ്ങനെയല്ല. ഇപ്പോൾ മുതലേ പുരുഷാർത്ഥം ചെയ്ത് ആ അവസ്ഥയെ അന്തിമം വരെയും ശരിയാക്കണം. അവസാനം വൃത്തി മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകും വിധത്തിൽ ആകരുത്. ഓർമ്മയിലൂടെ തന്നെയാണ് പാപം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, പവിത്രതയുടെ കാര്യത്തിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. പഠനത്തിൽ ഇത്രയും പ്രയത്നമില്ല. ഇതിന്മേൽ കുട്ടികൾക്ക് നല്ല ശ്രദ്ധ ആവശ്യമാണ്. അതിനാൽ ബാബ പറയുന്നു, ദിവസവും സ്വയം തന്നോട് ചോദിക്കൂ, നമ്മൾ ഏതെങ്കിലും നിയമവിരുദ്ധമായ കാര്യം ചെയ്തില്ലല്ലോ, നാമരൂപത്തിൽ കുടുങ്ങുന്നില്ലല്ലോ, ആരെയെങ്കിലും കാണുമ്പോൾ ആകർഷിതമാകുന്നില്ലല്ലോ, കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഏതെങ്കിലും നിയമവിരുദ്ധമായ കാര്യം ചെയ്യുന്നില്ലല്ലോ. പഴയ പതീത ശരീരത്തോട് തീർത്തും ലവ് ഉണ്ടായിരിക്കരുത്. അതും ദേഹാഭിമാനമാകുന്നു. അനാസക്തമായിരിക്കണം. സത്യമായ സ്നേഹം ഒന്നിനോടാകണം. ബാക്കി എല്ലാത്തിനോടും അനാസക്ത സ്നേഹം. കുട്ടികളും മറ്റും ഉണ്ടായിരുന്നാലും ആരിലും ആസക്തി ഉണ്ടാകരുത്.
ഇതറിയുന്നുണ്ട്, ഈ എന്തെല്ലാം കാണുന്നുവോ എല്ലാം ഇല്ലാതായി പോകും. അപ്പോൾ അതിൽ നിന്നും മുഴുവൻ സ്നേഹവും മാറിപ്പോകും. ഒന്നിൽ തന്നെ സ്നേഹമുണ്ടായിരിക്കട്ടെ, ബാക്കിയെല്ലാം നാമമാത്രവും അനാസക്തവും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ വൃത്തിയെ വളരെ ശുദ്ധവും പവിത്രവുമാക്കണം. ഏതെങ്കിലും നിയമവിരുദ്ധമായ തലകീഴായ കാര്യം ചെയ്യരുത്. വളരെ വളരെ സൂക്ഷിച്ചിരിക്കണം. ബുദ്ധി എവിടെയും തൂക്കിയിടരുത്. സത്യമായ സ്നേഹം ഒരു ബാബയിൽ വയ്ക്കണം. ബാക്കി എല്ലാവരോടും അനാസക്തവും നാമമാത്രവുമായ സ്നേഹമായിരിക്കണം. ശരീരത്തോട് പോലും മോഹം ഉണ്ടായിരിക്കാത്ത വിധം ആത്മാഭിമാനി സ്റ്റേജ് ഉണ്ടാക്കണം. വരദാനം: സ്വരാജ്യത്തിൻ്റെ സംസ്കാരങ്ങളിലൂടെ ഭാവിയിലെ രാജ്യ അധികാരം പ്രാപ്തമാക്കുന്ന ഭാഗ്യവാൻ ആത്മാവായി ഭവിക്കട്ടെ. വളരെ കാലത്തെ രാജ്യ അധികാരി ആകുന്നതിൻ്റെ സംസ്കാരം വളരെ കാലം ഭാവിയിലെ രാജ്യ അധികാരിയാക്കി മാറ്റും. അഥവാ വീണ്ടും വീണ്ടും വശമതർ ആകുന്നുവെങ്കിൽ, അധികാരിയാകുന്നതിൻ്റെ സംസ്കാരമില്ലെങ്കിൽ രാജ്യ അധികാരികളുടെ രാജ്യത്തിൽ കഴിയും. രാജ്യഭാഗ്യം പ്രാപ്തമാകില്ല. അപ്പോൾ നോളജിൻ്റെ ദർപ്പണത്തിൽ തൻ്റെ ഭാഗ്യത്തിൻ്റെ രൂപം നോക്കൂ. വളരെയധികം സമയത്തിൻ്റെ അഭ്യാസത്തിലൂടെ തൻ്റെ വിശേഷ സഹയോഗിയും കർമ്മചാരിയും രാജ്യ കാര്യവ്യവഹാരങ്ങളുടെ സഹചാരികളെ തൻ്റെ അധികാരത്തിലൂടെ നടത്തിക്കൂ. രാജാവാകൂ. അപ്പോൾ ഭാഗ്യവാൻ ആത്മാവ് എന്ന് പറയും. സ്ലോഗൻ: സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യുന്നതിനായി പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയെ എമർജ് ചെയ്യൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രം പോലെ തിളങ്ങുന്ന ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. എന്നിൽ ശാന്തിയുടെ അക്ഷയ ഖജനാവ് നിറഞ്ഞിരിക്കുന്നു. ആത്മാവായ ഞാൻ ഈ സാകാര ലോകത്തിനുപരി സൂര്യചന്ദ്ര താരാഗണങ്ങൾക്കും ഉപരി പരമമായ ധാമത്തിലേക്ക് എൻ്റെ യഥാർത്ഥ വീട്ടിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ പരമധാമം എൻ്റെ അലൗകിക വീടാണ്. ഇവിടെ സർവത്ര ശാന്തി തന്നെ ശാന്തിയാണ്. ഈ മധുരമായ
ശാന്തി നിറഞ്ഞ ധാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശിവപരമാത്മാവിനെ ഞാൻ കാണുകയാണ്. മധുരമായ ബാബ, അങ്ങ് ശാന്തിയുടെ സാഗരമാണ്. പരമാത്മാവിൽ നിന്നും ശാന്തിയുടെ ദിവ്യ കിരണങ്ങൾ പ്രസരിക്കുകയാണ്. ആനന്ദ കിരണങ്ങൾ നിറയുകയാണ്. ഈ ദിവ്യമായ കിരണങ്ങൾ വിശ്വത്തിലെ അശാന്തമായ ആത്മാക്കളിലേക്ക് ഞാൻ വ്യാപിപ്പിക്കുന്നു.